എല്ലാവർക്കും നമസ്തേ. മീ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുക്കളയിൽ നിത്യം ഉപയോഗിക്കുന്ന 3 ഐറ്റം കൊണ്ട് നമ്മുടെ മുഖസൗന്ദര്യം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കിയാലോ. അപ്പം നിങ്ങളുടെ വിലപ്പെട്ട സമയങ്ങളൊന്നും കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് തേര്. ഇത്രയും 3 ഐറ്റം മതിയാവും. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം. അപ്പം നമുക്ക് ഇതിൻ്റെ ഗുണങ്ങളും കൂടി നോക്കാം. ക്യാരറ്റ് എന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻ അടങ്ങിയ ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ നിർജ്ജലീകരണം തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെയാണ് ഉരുളക്കിഴങ്ങ്. ഇതിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുളിവുകളും നമ്മുടെ മുഖത്ത് അടങ്ങിയിരിക്കുന്ന മുഖക്കുരുവില്ലേ അതിൻ്റെ കറുത്ത പാടുകളും എല്ലാം മാറാനും ഒരു ബെസ്റ്റ് ഐറ്റമാണ് നമ്മുടെ ഈ പൊട്ടാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനവിടെ തേനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുഖ സൗന്ദര്യത്തിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ സൗന്ദര്യത്തിനായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ് തേനും. അപ്പോൾ ഇത് 3 കൂടി ആകുമ്പോഴത്തേക്ക് സെറ്റായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് ക്യാരറ്റും പൊട്ടാറ്റോയും കൂടി നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതിനൊന്ന് ജ്യൂസാക്കുക. ഒരു തുണിയിൽ കെട്ടിയിട്ടാണെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അരിപ്പ് ഉപയോഗിച്ച് അതിനെ പിഴിഞ്ഞെടുക്കാം. എടുത്തതിന് ശേഷം അതൊരു പാനിൽ വീഴ്ത്തി ചൂടാക്കുമ്പോഴത്തേക്ക് അധികം തീയിലൊന്നും ഇടണ്ട, സ്ലിമ്മിലിട്ടാൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു കുഴമ്പ് രൂപത്തിൽ ഇത് കിട്ടും. ഇതിന് വേണ്ടി നമ്മൾ പ്രത്യേകം സമയങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട. നമ്മുടെ അടുക്കളയിലെ പാചകം നടക്കുന്നതിനൊപ്പം തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കുകയും മുഖത്ത് അപ്ലൈ ചെയ്യാനും ഒക്കെ കഴിയും. അപ്പോൾ ഇത് നല്ല ചൂടായി ഒന്ന് കുഴമ്പ് രൂപം ആകുമ്പോഴത്തേക്ക് താഴെ അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ഒരു സ്പൂണോളം തേൻ ചേർക്കാം. തേൻ ചേർത്ത് നാടൻ തേനൊക്കെ ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആ നാടൻ തേനൊക്കെ ഉപയോഗിച്ച് ഒരു സ്പൂൺ മതി. അത് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് കലക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. അത് ഒരു ലെയർ ഉപയോഗിച്ചതിന് ശേഷം വേണമെങ്കിൽ വീണ്ടും ഒരു ലെയറും കൂടി ഉപയോഗിക്കാം. അങ്ങനെ ഒരു 3 ലെയർ കൂടിയാൽ അപ്പോൾ അത് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം അത് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ അത് വാഷ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ എന്തെങ്കിലും വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇനി എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് ഞാൻ നിർത്തുകയാണ്. ബൈ. എല്ലാവർക്കും നന്ദി.